കാറും വീടും മറ്റ് സാധനങ്ങളുമൊക്കെ വാടകയ്ക്കെടുക്കുന്നത് ഇന്ത്യയിൽ സർവ്വസാധാരണമായൊരു കാര്യമാണ്. എന്നാൽ ഒരു ഭാര്യയെ വാടകയ്ക്കെടുക്കുന്നതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെയൊരു സമ്പ്രദായം നിലനിൽക്കുന്ന ഒരു സ്ഥലം ഇന്ത്യയിലുണ്ട്. മധ്യപ്രദേശിലെ ശിവപുരി ജില്ലയിലെ ഉൾനാടൻ ഗ്രാമങ്ങളിലാണ് ഈ വിചിത്ര സമ്പ്രദായം നിലനിൽക്കുന്നത്. ദാഡിച്ച എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ രീതിയനുസരിച്ച് 1 മാസം മുതൽ 1 വർഷം വരെ ഭാര്യമാരെ വാടകയ്ക്ക് ലഭിക്കും. ഗ്രാമത്തിലെ പണക്കാർക്ക് വിവാഹം നടക്കാതെ വരുമ്പോഴാണ് ഇത്തരം സമ്പ്രദായങ്ങളെ ആശ്രയിക്കുന്നത്. ഇതിനായി മാർക്കറ്റിനോട് സാദൃശ്യമുള്ള ഒരു സംവിധാനം ഒരുക്കും. സ്ത്രീകളെ വാടകയ്ക്ക് നൽകുന്നതിൽ തീരുമാനമുണ്ടാകുന്നത് ഈ മാർക്കറ്റിൽ വെച്ചായിരിക്കും. ഇടപാട് പൂർത്തിയായ ശേഷം വാങ്ങുന്ന പുരുഷനും സ്ത്രീയും തമ്മിൽ ഒരു കരാറുണ്ടാക്കുന്നു. 10 രൂപ മുതൽ 100 രൂപ വരെയുള്ള മുദ്രപത്രത്തിലാണ് കരാർ തയ്യാറാക്കുന്നത്. ഒരിക്കൽ വാങ്ങിയ സ്ത്രീകളെ മുദ്രപേപ്പർ നൽകി മറിച്ച് വിൽക്കാനും സംവിധാനം അനുവദിക്കുന്നുണ്ട്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. കരാർ കാലാവധി കഴിയുമ്പോൾ കൂടിയ തുകയ്ക്ക് ഇവരെ കൈമാറാനും കരാർ പുതുക്കാനും സാധിക്കും. സ്ത്രീക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് വെച്ച് കരാറിൽ നിന്ന് പിന്മാറുകയും ചെയ്യാം. ഇതിനായി യുവതി സത്യവാങ്മൂലം നൽകണം. അതിനുശേഷം മുൻകൂട്ടി നിശ്ചയിച്ച തുക യുവതി മുൻ ഭർത്താവിന് തിരികെ നൽകണം. സ്ത്രീ മറ്റൊരു പുരുഷനിൽ നിന്ന് കൂടുതൽ പണം സ്വീകരിക്കുന്നതും കരാർ ലംഘനമായി കണക്കാക്കപ്പെടുന്നു. പുരുഷൻ സ്ത്രീയുമായി കരാർ തുടരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അധിക തുക നൽകേണ്ടതാണ്. ഇത്തരം സമ്പ്രദായങ്ങളെക്കുറിച്ച് പോലീസിന് അറിയാമെങ്കിലും പരാതിക്കാർ ഇല്ലാത്തതിനാൽ നിയമ നടപടികൾ ഉണ്ടാകാറില്ല. ഈ സമ്പ്രദായങ്ങൾക്ക് ഇരകളാകുന്നത് പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളാണെന്ന് മാത്രം. ശിവപുരി ഗ്രാമത്തിന് പുറമെ ഗുജറാത്തിൽ നിന്നും സമാനമായ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കർഷക തൊഴിലാളിയായ ഒരാൾ തൻ്റെ ഭാര്യയെ 1 മാസത്തെ വാടകയ്ക്ക് വീട്ടുടമസ്ഥന് നൽകിയതായാണ് റിപ്പോർട്ട്. ഗുജറാത്തിലെയും മധ്യപ്രദേശിലെയും ചില പ്രദേശങ്ങളിൽ ഈ രീതി ഒരു ബിസിനസ്സായി മാറിയിരിക്കുന്നു. പല കേസുകളിലും സ്ത്രീകളെ 500 രൂപയ്ക്ക് വരെ വിൽക്കുന്നു. ദാരിദ്ര്യവും തെറ്റായ ലിംഗ അനുപാതവും കാരണം പല പുരുഷന്മാർക്കും ചില പ്രദേശങ്ങളിൽ വിവാഹ പങ്കാളികളെ കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാണ്. മറുവശത്ത് ദാരിദ്ര്യം കാരണം ചിലർ പെൺകുട്ടികളെ വിൽക്കുന്നു. ജാർഖണ്ഡ്, ബീഹാർ, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികളെയും ഇങ്ങനെ കച്ചവടം ചെയ്യുന്നുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.